പിന്നെ ഉത്തരം പറയുമ്പോ ഓരോരുത്തരായിട്ട് പറയണേ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി ഖാലിഖിൽ വജൂദി മിനൽ അദം وزاعد النور من الظلم ومخرج الصبر من العلم وملك التوبة على الندم ونشكره على مصاحبك كما نشكره على النعم والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا اللهم إني أسألك بأني أشهد أنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد اللهم فانفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا فنعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله അള്ളാഹുവിന്റെ മഹത്തായ ഫضل കൊണ്ട് നമ്മൾ സൂറത്ത് സൽസലയുടെ അടുത്ത ഭാഗത്തിലേക്ക് ബിഇദ്നില്ലാഹ് കടക്കുകയാണ്. അൽഹംദുലില്ലാ. അതിന് അള്ളാഹു നമുക്ക് സൗകര്യം ഒരുക്കി തന്ന റബ്ബിന് അൽഹംദുലില്ലാ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഹൃദയംഗമായിട്ട് അള്ളാഹുവിനോട് നന്ദി പറയുക. ഇപ്പം ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും കാവൽ തേടിക്കൊണ്ട് അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ട് എല്ലാവരും ഹൃദയത്തിൽ ആ ഒരു യഖീൻ, ആ ഒരു ഇഖ്ലാസ് ഓടുകൂടി നിയത്ത് പുതുക്കിക്കൊണ്ട് ക്ലാസ്സിലിരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക. ഒപ്പം അള്ളാഹുവിന്റെ ദാസനാണ്. ഉത്തമരായ ദാസികളും ദാസന്മാരുമാക്കി അല്ലെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അമലുകൾ ചെയ്യാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും മറന്നു പോകുന്നു അല്ലെ. അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മൾ. ആ സൃഷ്ടികളും ആ സൃഷ്ടാവും തമ്മിലുള്ള കണക്ഷൻ അടിമകളാണ് എന്ന ആ ഒരു ബോധം നമ്മളിൽ നിന്ന് വിട്ടുപോകരുത് അല്ലെ. അള്ളാഹുവിനെ അനുസരിക്കുന്ന അടിമകളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ചിന്തയോടുകൂടി എങ്ങനെ അള്ളാഹു നമ്മളോട് എന്താണ് സംസാരിച്ചത് ആ കാര്യങ്ങളൊക്കെ ഖുർആനിൽ നമ്മൾ വളരെ ആ യഥാർത്ഥ ആഴത്തിൽ ആ പറഞ്ഞ ശൈലിയിൽ തന്നെ അള്ളാഹു എന്താണ് നമ്മളോട് കൽപ്പിച്ചത് അത് പ്രകാരം പാലിച്ച് ജീവിക്കാൻ, തഖ്വയോടുകൂടി ജീവിക്കാൻ അള്ളാഹുവിന്റെ ഉത്തമരായ ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ രീതിയിൽ എന്നും അമലുകൾ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ഈ ഭൂമിയിൽ നിന്നും വിടവാങ്ങാൻ അല്ലാഹു അഹ്സിനാഖിബത്തനാലെ നമ്മുടെ അന്ത്യം, എല്ലാ കാര്യങ്ങളുടെ അന്ത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല നിലയിലാക്കി തീർക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുവഴി നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരേ ഒരു കാര്യം ടീച്ചറെ, പിന്നെ ഇവിടെ കുറച്ചു പേരെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അവർക്ക് ഐഫോൺ ഉള്ളവരാണോ എന്ന് എനിക്കറിയില്ല. അഥവാ അവർ ലെഫ്റ്റ് ആയ മീറ്റിംഗ് ഡിസ്മിസ് ആകും. അപ്പോ ഞാനൊരു ചെറിയ യാത്രയിലാണ്. അപ്പോ ആരും തന്നെ പരമാവധി ലെഫ്റ്റ് ആകാതെ നോക്കുക. അങ്ങനെ ലെഫ്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ എൻഡ് മാത്രം കൊടുക്കുക. എൻഡ് ഓൾ കൊടുത്താലാണ് മീറ്റ് കട്ടായി പോകുന്നത്. പിന്നെ റെക്കോർഡിംഗ് പുതിയത് തുടങ്ങണം. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. റഷീദ മാം പറഞ്ഞ വലിയ ഒരു ഇൻഫർമേഷൻ ആണ്. നിങ്ങള് ഇട്ടിട്ട് പൊക്കളയരുത്, ക്ലാസ് ഇതായിപ്പോവും. ഓക്കെ, നിങ്ങൾ പോകുമ്പോ എന്റെ ഓൾ അടിച്ചു കളയരുത്. ഓക്കെ, അഥവാ നിങ്ങൾ പോകേണ്ട ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നു പോയാൽ കോള് വന്നാലേ എടുക്കണ്ട. കോള് വന്നാല് തൽക്കാലം എടുക്കണ്ട. അത് കട്ടായി പോയ പിന്നെ നിങ്ങൾ എന്റെ ഓൾ അല്ലാത്ത ഓപ്ഷൻ കൊടുത്ത് ഇറങ്ങിപ്പോയിക്കോളും. ഓക്കെ, റഷീദ മാം പറഞ്ഞു വളരെ കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിച്ച് പ്രവർത്തിക്കുക. കാരണം എനിക്കിതിന്റെ ഒന്നും അറിയില്ല. റഷീദ മാം പറഞ്ഞത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ടീച്ചറെ ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ ഞാൻ മീറ്റപ്പ് വൈൻഡ് അപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. വിളിക്കണമെങ്കിലേ വിളിച്ചാലേ വൈൻഡപ്പ് ആകാൻ പറ്റുള്ളൂ. ശരി ടീച്ചറെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. സൂറത്തുൽ സിൽസാലിലെ ആദ്യത്തെ ഭാഗത്തിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, എന്താണെന്ന് നോക്കാം.
ആദ്യം നമ്മൾ പറഞ്ഞത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ്? ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ. എന്താണ് അർത്ഥം? ആർക്ക് പറയാം? ഒരാള് ഒന്ന് മ്യൂട്ട് മാറ്റി പറഞ്ഞേ. ഭൂമി അതിന്റെ വിറവിറപ്പിക്കപ്പെട്ടാൽ. സിൽസാൽ, സൽസല, ആ വിറയുടെ ആ ഗാംഭീര്യം കാണിക്കുന്ന വാക്കാണ് കേട്ടോ സിൽസാൽ. സൽസല എന്നുള്ളൊക്കെ വേർഡ് ആ പ്രവൃത്തിയുടെ ആധിക്യം, അതിന്റെ എന്താണ് സ്ട്രോങ് കാണിക്കുന്നതാണ്. സൽസല. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ. ഓക്കെ, നെക്സ്റ്റ് വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ. വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ. ആർക്ക് പറയാം? അതിന്റെ പുറന്തള്ളുകയും ചെയ്താൽ. ഓക്കെ, അപ്പം വഅഖ്റജത്തിൽ അർദു, അർദു സ്ത്രീലിംഗാണ്. അപ്പം വഅഖ്റജത്തി ഉണ്ടോ? വഅഖ്റജത്ത് എന്നുള്ളതാണ് കണക്ട് ചെയ്ത് വരുമ്പോൾ വഅഖ്റജത്തിൽ അർദു. ഓക്കെ, വഅഖ്റജത്തിൽ അർദു, ഭൂമി പുറന്തള്ളുകയും ചെയ്താൽ എന്ത്? അസ്ഖാലഹ. അസ്ഖാലഹ, അതിന്റെ ഭാരങ്ങൾ. അപ്പൊ ഇവിടെ അസ്ഖാലഹ എന്നിവിടെ ഉദ്ദേശിച്ചത് ഭാരങ്ങൾ. അപ്പൊ നമ്മള് വേറൊരു ആയത്തിലും സൂറത്ത് റഹ്മാനിലും നമ്മളിങ്ങനെ ആയത്ത് വന്നിട്ടുണ്ട്, സനഫ്റഉ ലക്കും അയ്യുഹസ് സഖലാൻ. അപ്പൊ രണ്ട് ഭാരങ്ങളെ കുറിച്ച്, അതായത് ഭൂമിയിലെ രണ്ട് ഭാരങ്ങൾ മനുഷ്യരും ജിന്നുകളും എന്നുള്ള അർത്ഥത്തിൽ അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പം ഭൂമിയിൽ ഇവിടെ ഭാരങ്ങൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യരും എല്ലാമാണ്, പക്ഷെ മനുഷ്യരെ പ്രത്യേകിച്ച് അവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അസ്ഖാലഹ, ഭൂമി അതിന്റെ ഭാരങ്ങൾക്കും പുറത്തുള്ളതും അകത്തുള്ളതും ഒക്കെ ഭാരങ്ങൾ തന്നെയാണ് അല്ലെ. ഭൂമിയുടെ അകത്ത് ആരുണ്ട്? മരണപ്പെട്ടവരുണ്ടല്ലേ ഭൂമിയുടെ ഉള്ളിൽ. അതുപോലെ എന്താണ് മറ്റു പലതും എന്തൊക്കെ ഭൂമിയുടെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ടോ അവയെല്ലാം അത് പുറന്തള്ളുകയും ചെയ്യും അല്ലെ. അതുകൊണ്ട് ഭൂമിയുടെ പുറത്തും മനുഷ്യരുണ്ട്. അപ്പം വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ, മൊത്തത്തില് ഭാരങ്ങളെല്ലാം ഇവിടെ ഉൾക്കൊള്ളുന്നു, പ്രത്യേകിച്ച് മനുഷ്യനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? വഖാലൽ ഇൻസാനു മാലഹ. വഖാലൽ ഇൻസാനു മാലഹ. ആർക്ക് പറയാം? അതിനെന്തു പറ്റിയെന്ന് മനുഷ്യൻ പറയുകയും ചെയ്താൽ. അപ്പൊ ഈ രംഗം കാണുമ്പോൾ മനുഷ്യൻ പറയൂലേ വഖാലൽ ഇൻസാനു. ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഇവിടെ മനുഷ്യൻ എന്നുള്ള ഒറ്റ വേർഡാണ് ഉപയോഗിച്ചത് അല്ലെ. വഖാലൽ ഇൻസാനു മാലഹ, മനുഷ്യൻ എന്ത് പറയും? അതിനെന്തു പറ്റിയെന്ന്, ഭൂമിക്ക് എന്തു പറ്റി എന്ന് പറയുകയും ചെയ്യും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. അടുത്തൊരാൾ പറഞ്ഞേ. യൗമഇദിൻ, അന്ന് അതിന്റെ വിവരങ്ങൾ അത് പറയും. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ. അതായത് എന്തുകൊണ്ട് അത് അന്ന് അതിന്റെ വാർത്തകളല്ലേ, അതിന്റെ വിവരങ്ങൾ. അഖ്ബാറഹ, അതിന്റെ വിവരങ്ങൾ. കണ്ടോ? അഖ്ബാറുൻ പ്ലസ് ഹ, അപ്പൊ അതിന്റെ അഖ്ബാറഹ ഉണ്ടോ? ഹ ചേർത്ത് പറഞ്ഞു. അതിന്റെ വിവരങ്ങൾ അന്ന് അത് പറയും അല്ലെ, ഭൂമി സംസാരിക്കും. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണുന്ന വസ്തുക്കളെല്ലാം മൂകമായിരിക്കും അല്ലെ, സൈലന്റ് ആയിരിക്കും, അവരിപ്പോ സംസാരിക്കില്ല. പക്ഷേ അന്ത്യനാളിൽ അള്ളാഹുന്റെ കൽപ്പന ബിഇദ്നില്ല, അള്ളാഹുന്റെ കൽപ്പന പ്രകാരം, വഹി പ്രകാരം അവയെല്ലാം സംസാരിക്കും അല്ലെ. ഭൂമി നമ്മൾ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങൾക്കും സാക്ഷ്യമാകും അല്ലെ. എന്തുകൊണ്ടാണ്? ബി അന്ന റബ്ബക ഔഹാലഹ. എന്താ അർത്ഥം? തുടർന്ന് പറയുകയാണ്. നൽകി. അതിന് ബോധനം നൽകി. ബി അന്ന റബ്ബക, ബി അല്ലെ കൊണ്ട് അല്ലെ, അന്ന റബ്ബക നിന്റെ നാഥൻ അതിന് ബോധനം, ഔഹാ ബോധനം നൽകി അല്ലെ. ലഹ അതിന് ലഹ വന്നത് കണ്ടോ? ലഹ ലീ അല്ലെ, ലഹു ലഹും ലകാലക്കും ലീലന ലഹ അല്ല. അതിന് അവൾ എന്നുള്ള ഭൂമി സ്ത്രീലിംഗമായോണ്ടാണ് ഇവിടെ ലഹ. അതിന് ബോധനം നൽകിയത് കൊണ്ട് അത് സംസാരിക്കുന്നു അല്ലെ. നമ്മള് സൂറത്ത് വേറെ സൂറത്ത് നംലാണെന്ന് തോന്നുന്നു. നമ്മള് അല്ല എന്താണ് നഹ്ല്, എന്താണ് തേനീച്ചയ്ക്ക് അള്ളാഹു ബോധനം നൽകി എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർഡർ കൊടുക്കുമ്പോ അവർ സംസാരിക്കും അല്ലെ. അപ്പൊ തുടർന്ന് നമ്മൾ പഠിക്കുകയാണ് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. ബാക്കി നമ്മൾ പഠിക്കുകയാണ്. എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമഇദിൻ യസ്ദുറുൻ നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും. യൗമഇദിൻ യസ്ദുറുൻ നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും. ഓക്കേ, യൗമഇദിൻ. ഓക്കേ, അന്നേ ദിവസം, അന്ന് അല്ലെ. യൗമഇദിൻ അന്ന്, യസ്ദുറു പുറപ്പെടും. ഓക്കെ, യൗമഇദിൻ യസ്ദുറുന്നാസു, ആര് പുറപ്പെടും? അന്നാസു ജനങ്ങൾ പുറപ്പെടും.
എങ്ങനെ അഷ്താത്തൻ ലിയുറൗ അഅമാലഹും. അഷ്താത്തൻ ലിയുറൗ അഅമാലഹും. ജനങ്ങൾ അഷ്താത്തൻ പല സംഘങ്ങളായിട്ട്, അഷ്താത്തൻ എന്തിനു വേണ്ടി? ലിയുറൗ അവർ കാണിക്കപ്പെടാൻ വേണ്ടിയിട്ട്. റഅ കണ്ടു അല്ലെ, യറ കാണുന്നു, യുറൗ അവർ കാണിക്കപ്പെടാൻ വേണ്ടി, ലി യുറൗ അവർ കാണിക്കപ്പെടാൻ, അഅമാലഹും അവരുടെ പ്രവർത്തനങ്ങൾ. ഓക്കെ, അപ്പോൾ മനുഷ്യൻ അന്ന് എങ്ങനെ പുറപ്പെടും? സംഘങ്ങളായിട്ട് അല്ലെ, ജനങ്ങൾ പല സംഘങ്ങളായി അവർ പുറപ്പെട്ടു വരും. എന്തിനാ? ലി യുറൗ അവർ കാണിക്കപ്പെടാൻ വേണ്ടി. എന്ത്? അഅമാലഹും അവരുടെ പ്രവർത്തനങ്ങൾ കാണിക്കപ്പെടാൻ വേണ്ടി. ക്ലിയർ ആണോ? ഓക്കെ. ക്ലിയർ ആണ്. ഓക്കെ. യസ്തുറു യസ്തുറു എന്ന് പറഞ്ഞാൽ പുറപ്പെടും എന്നാണ് അല്ലേ? യസ്ദുറു. യെസ്, നമ്മൾ പറഞ്ഞില്ലേ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഒരു വേർഡിലാണെന്ന് അല്ലെ? പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ യഅമലു, യഅമലൂന, തഅമലു ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ യസ്ദുറു പുറപ്പെടും. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ഭാവിയിലെ കാര്യം, പുറപ്പെടും, ജനങ്ങൾ വരും. എങ്ങനെ? അഷ്താത്തൻ ലിയുറൗ. എങ്ങനെ? പല സംഘങ്ങളായി. ലി യുറൗ യുറൗ കാണിക്കപ്പെടാൻ. എന്ത് കാണിക്കപ്പെടാൻ? അഅമാലഹും. അമൽ അറിയാം, അമലിന്റെ ജംആണ്, ബഹുവചനമാണ് അഅമാൽ, അതിന്റെ കൂടെ ഹും ആഡ് ചെയ്തു അല്ലെ? അഅമാലഹും. കറക്റ്റ് ആണോ? ക്ലിയർ ആണോ? യറ ആണ് നമ്മളിവിടെ യുറ ആയി കാണപ്പെടുന്നത്. ഇങ്ങനെ കാണിക്കപ്പെടാൻ എന്നുള്ളത്. യറ അവൻ കാണുന്നു, അപ്പൊ കാണും എന്നുള്ളത്. അപ്പം യുറ എന്നാവുമ്പോ കാണിക്കപ്പെടാൻ എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ യുൻസ്വറു കർമ്മണി പ്രയോഗം നമ്മൾ പറഞ്ഞ് ആദ്യ ഭാഗത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? നസറ യൻസുറു യുൻസ്വറു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? അത് ജസ്റ്റ് എന്താണ്? കാണിക്കപ്പെടാൻ. ചെയ്ത ആളിനെ പറയില്ല, അത് ക്രിയക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ കാണിക്കപ്പെടാൻ വേണ്ടിയിട്ട് ലി യുറൗ അഅമാലഹും അവരുടെ പ്രവർത്തനങ്ങൾ കാണിക്കപ്പെടാൻ വേണ്ടി. അപ്പൊ ടീച്ചറെ യസ്തുറുവിന്റെ എന്താണ്? ഏതാണ് യസ്തുറുവിന്റെ ഒന്നാമത്തെ വാക്ക്? ഒന്നാമത്തെ പദം സ്വദുറു എന്നായിരിക്കും. യസ്ദുറുന്നാസു. ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇതിൽ ക്ലാസ്സിന്റെ ലാസ്റ്റ് പറയാവേ. അപ്പൊ യൗമ ഇദി യസ്ദുറുന്നാസു അഷ്താതൻ ലിയുറൗ അഅമാലഹും. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾ കാണിക്കപ്പെടാൻ വേണ്ടി എന്താണ്? ജനങ്ങൾ പുറപ്പെടും. അള്ളാഹു അവരെ പുറത്തു കൊണ്ടുവരും അല്ലെ? എന്താണ്? അപ്പൊ എന്താ സംഭവിക്കുക? ഫമയ്യഅമൽ, അപ്പോൾ ആര്? ഫമയ്യഅമൽ, ഫ ആര്? അപ്പോൾ, മൻ ആര്? ക്ലിയർ ആണോ? ഫ അപ്പോൾ, മൻ ആര്? അപ്പോൾ ആര്? യഅമൽ പ്രവർത്തിക്കുന്നുവോ? യഅമൽ അറിയാലോ, യഅമൽ യഅമലു എന്നുള്ളത് യഅമൽ സുക്കൂൻ കൊടുത്ത് നിർത്തി. ഫമയ്യഅമൽ അപ്പോൾ ആര് പ്രവർത്തിക്കുന്നുവോ? മിസ്ഖാല ദർറത്തിൻ. നോക്കിയേ, മിസ്ഖാല് തൂക്കം, ദർറത്തിൻ അണു, അതായത് ഉറുമ്പിന്റെ കാലിന്റെ അളവാണ് ദർറ എന്ന് പറയുന്നത് കേട്ടോ. മിസ്ഖാല ദർറത്തിൻ. അപ്പൊ അണുമണി തൂക്കം. അപ്പൊ പറഞ്ഞാല് അണുമണി തൂക്കം ആര് പ്രവർത്തിക്കുന്നുവോ? ഖൈറയ്യറ അവൻ അത് കാണും. ഖൈർ നന്മ, ഒരു അണുമണി തൂക്കമാവട്ടെ അതവൻ കാണും. യറഹു അവൻ അത് കാണും. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഫമയ്യഅമൽ, ഫ അപ്പോൾ ആര്? മൻ അപ്പോൾ ആര്? യഅമൽ പ്രവർത്തിക്കുന്നു. സാധാരണ യഅമലു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇവിടെ യഅമൽ സുക്കൂൻ കൊടുത്ത് നിർത്തി, മൻ വന്നതുകൊണ്ട് ഫമയ്യഅമൽ അപ്പോൾ ആര് പ്രവർത്തിക്കുന്നുവോ? ക്ലിയർ ആണോ? മിസ്ഖാല ദർറത്തിൻ. മിസ്ഖാല ദർറത്തിൻ എന്റെ അർത്ഥം എന്താണ്? അണുമണി തൂക്കം. നോക്കിയേ, ഉറുമ്പിന്റെ കാലിന്റെ ഒരു അളവ് അല്ലെ? മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ നന്മ ആരൊരു അണുമണി തൂക്കം പ്രവർത്തിച്ചു? യറ അവനത് കാണും. യറഹു നോക്കിയേ, യറഹു ആഡ് ചെയ്താ പറഞ്ഞത് കേട്ടോ. യറഹു അവൻ അത് കാണും. ക്ലിയർ ആണോ? അവൻ അത് കാണും. മനസ്സിലായോ? യറ അവൻ കാണും, ഹു അത് അല്ലെ? യറഹു അവൻ അത് കാണും. യറഹു അവൻ അത് കാണും. അപ്പൊ ഈ ആയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ
വളരെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട കാര്യമാണ്. നമ്മൾ അടുത്ത ആയത്തുകൊണ്ട് പഠിച്ചിട്ട് നമുക്കത് വിശദീകരിച്ച് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. അടുത്ത ആയത്ത് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ. അത് ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ, പോയിന്റ് വിട്ടുപോയതാവുമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. അത് സിമ്പിൾ ആണ്, അവിടെ ഷർന്ന് വരുന്നുള്ളൂ. അതായത് ഈ കൊടുത്തിരിക്കുന്ന ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ ഇപ്പുറത്ത് തന്നെ കൂടെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഞാൻ അടുത്ത സെക്ഷനാക്കി ഒന്നുകൂടെ കൊടുക്കുന്നതാണ് താഴോട്ട് പോയത്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ ഉണ്ട് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അപ്പൊ നന്മയും തിന്മയും ഒരേ ഇതാണ്. ഇതിൽ തന്നെ സ്ലൈഡിൽ തന്നെ രണ്ടായത്തും വന്നിട്ടുണ്ട് കേട്ടോ, ഞാനത് ശ്രദ്ധിക്കാതെ പോയതാണ്, സോറി. ഇതാ കൊടുത്തിട്ടുണ്ട് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അപ്പൊ ആര് നന്മ പ്രവർത്തിക്കുന്നു അണുമണിത്തൂക്കം അവനത് കാണും, ആര് തിന്മ ഒരു അണുമണിത്തൂക്കം പ്രവർത്തിക്കുന്നു അവൻ അതും കാണും. ഓക്കെ, ഈ രണ്ടായത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഭയങ്കര പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ച ആയത്താണ്. കാരണം ഇതെന്താണ്, അൽ ജാമിദത്തുൽ ഫാദ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് മുഴുവൻ സമഗ്രമായ മുഴുവൻ നന്മകളും ഉൾക്കൊള്ളുന്ന ഈ രണ്ടായത്തുകൾ. കാരണം എന്താ, നമ്മൾ പ്രവർത്തിക്കുന്ന നന്മകൾ ഒരു അണുമണി തൂക്കമാകട്ടെ അത് നാളെ നമ്മൾ പരലോകത്ത് അത് കാണും. തിന്മയാകട്ടെ അതൊരു അണുമണി തൂക്കമാകട്ടെ അതും നമ്മൾ അത് നാളെ അവിടെ കാണും. അപ്പൊ ഓരോന്നിനും എന്താണ്, അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. അത് നന്മയാണെങ്കിൽ അതിന് എന്താണ് പ്രതിഫലം, തിന്മയാണെങ്കിൽ അതിന് ശിക്ഷ. നഊദു ബില്ലാഹ്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അല്ലെ. അപ്പോ നന്മയാണ് മുന്നിലെങ്കിൽ അല്ലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ തൂക്കം ഏതിനാണ് മുന്നിൽ വരുന്നത്, നമുക്ക് സ്വർഗമായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അല്ലെ, നന്മയാൽ അധികരിക്കുന്നതെങ്കിൽ. അപ്പോ ഒരു അണുമണി തൂക്കം അത് നന്മയായത് നിങ്ങൾ വിട്ട് കളയരുത് എന്നാണ് ഈ ഹദീസിൽ നിന്നും ഈ ആയത്തുകളിൽ നിന്നും നമുക്ക് പഠിക്കേണ്ടത്. നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ആയത്തുകളാണ്. ഓരോ ആയത്തും ഇമ്പോർട്ടന്റ് തന്നെയാണ് അല്ലെ, പ്രാധാന്യം തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ പ്രത്യേകം വെക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താ, സദാചാരത്തിൽപ്പെട്ട ഒരു കാര്യം പോലും നീ അവഗണിക്കരുത്. അതായത് സൽക്കാര്യത്തിൽപ്പെട്ട യാതൊന്നിനെയും നീ അവഗണിക്കരുത്. അത് വെള്ളം കുടിക്കുവാൻ വരുന്നവന്റെ പാത്രത്തിൽ, നിന്റെ പാത്രത്തിൽ നിന്നും, വെള്ളം കോരുന്ന പാത്രത്തിൽ നിന്നും അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരുന്നാലും ശരി. ഓക്കെ, എന്തും ഇമ്പോർട്ടന്റ് ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു ചെറിയ നന്മയാണെങ്കിൽ നിങ്ങൾ അത് വിട്ടുകളയരുത്. കാരണം അത് നിങ്ങൾക്ക് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ആ നന്മ കാണിക്കപ്പെടും. അതുപോലെ നിന്റെ സഹോദരനെ നീ പ്രസന്ന വദനനായി അഭിമുഖീകരിക്കുക എന്നുള്ളതായാലും ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു, ബുഖാരിയിലും ഹദീസിലൊക്കെ ബുഖാരിയിൽ വന്ന റിപ്പോർട്ടാണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഒരാളെ കണ്ട് പുഞ്ചിരിക്കുക, അതും സ്വതക്കയാണ്, നന്മയാണ്. അങ്ങനെ പഠിപ്പിച്ച മതമാണ് നമ്മുടേത്. നമുക്കൊരു മനുഷ്യനെയും മുഖം തിരിഞ്ഞും മുഖം കറുപ്പിച്ചും അഹങ്കാരത്തോടു കൂടി ഒന്നും പിന്തിരിഞ്ഞ് മുഖം തിരിച്ചു പോകാൻ പാടില്ല. കാരണം മനസ്സിലായോ? അത്ര ഇമ്പോർട്ടന്റ് ആണ് ഈ ആയത്ത്. കാരണം ദർറ എന്നുള്ള വേർഡ് ഉറുമ്പിന്റെ കാലിന്, കേട്ടോ, ഉറുമ്പിന്റെ കാല്, അണു എന്നൊക്കെ അതിന്റെ അർത്ഥം. ഓട്ട വെയിലിൽ കൂടി പ്രത്യക്ഷപ്പെടുന്ന ധൂളം എന്നൊക്കെ അർത്ഥം വരുന്നു. ഒരു വേർഡിന്റെ അർത്ഥത്തിന്റെ ആഴം കണ്ടു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അതായത് ഏതായാലും അങ്ങേയറ്റം ചെറുതും നിസ്സാരവുമായ ഏതൊരു നന്മയും, അതാണ് ഉദ്ദേശിക്കുന്നത്. മിസ്ഖാല ദർറത്തിൻ, അതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഒരാൾക്ക് വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതായാലും, ഒരാളെ കണ്ട് പുഞ്ചിരിക്കുന്നതായാലും, ഒരാൾ നടന്നു പോകുമ്പോൾ അവരുടെ വടി വീണു പോകും, നമ്മൾ ഓടിപ്പോയി എടുത്തു കൊടുക്കുന്നതായാലും ശരി, ഏതൊന്നാവട്ടെ, ഏതൊരു നന്മയും അള്ളാഹുവിന്റെ തൃപ്തിക്കുന്ന അള്ളാഹുവിന്റെ വജീനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു നന്മയും അത് നാളെ കാണിക്കപ്പെടും. അതിനെല്ലാം പ്രതിഫലം തന്നെയാണ്. ഓക്കെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. വേറൊരു ഹദീസില് എന്താണ്, സത്യവിശ്വാസിനികളാകുന്ന സമൂഹമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആട്ടിന്റെ ഒരു കുളമ്പാണ് ഉള്ളതെങ്കിലും ശരി, ഒരു അയൽക്കാരി അവളുടെ അയൽക്കാരിയെ ഒട്ടും, അതായത് കൊടുക്കാതെ അവഗണിച്ചു കളയരുത്. ഒരു ആട്ടിന്റെ ഒരു കുളമ്പാണെങ്കിലും ശരി,
നമ്മൾ കറി വെക്കുന്നല്ലേ, അതിൻ്റെ ഒരു അല്പം അതെങ്കിലും നമ്മൾ അത് കൊടുക്കണമെന്നാണ്. നിന്റെ അയൽക്കാരിയെ അവഗണിച്ചു കളയരുത്. ബുഖാരിയിൽ വന്ന ഹദീസാണ്. വേറൊരു ഹദീസ്, ആയിഷ നിസാരങ്ങളായ പാവങ്ങളെ സൂക്ഷിച്ചു കൊള്ളണം, നിസാരങ്ങളായ പാവങ്ങളെ സൂക്ഷിച്ചു കൊള്ളണം. കാരണം അള്ളാഹുവിൽ നിന്നും അവയെ അന്വേഷിക്കുന്നതായ ഒരാളുണ്ട്. നിസ്സാരമായി ഗണിക്കപ്പെടാവുന്ന പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അവ മനുഷ്യന്റെ മേൽ ഒരുമിച്ചു കൂടുകയും അങ്ങനെ അവനെ നരകത്തില് നാശത്തിൽ അകപ്പെടുത്തുകയും ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ്? ഒരു അണുവോളം നന്മയോ തിന്മയോ ചെയ്താൽ അതിന്റെ ഫലം മനുഷ്യൻ അനുഭവിക്കുമെന്ന് കൃത്യമായിട്ട് ഇത് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കാത്ത ആളുകൾ സൽക്കാര്യം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരലോകത്തവർക്ക് യാതൊരു പ്രതിഫലവും ലഭിക്കുകയില്ല. മനസ്സിലായോ? അപ്പൊ അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കാത്ത ആളുകൾ സൽക്കാര്യം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരലോകത്തവർക്ക് വല്ല പ്രതിഫലം ലഭിക്കുമെന്ന് വല്ലവരും ധരിച്ചേക്കാം. പക്ഷെ ഒരിക്കലുമില്ല. സത്യവിശ്വാസം സ്വീകരിക്കാത്തവരുടെ നല്ല കാര്യങ്ങൾ അള്ളാഹു യാതൊരു പ്രതിഫലം അവർക്ക് നൽകുകയില്ലെന്നും അവരുടെ പ്രതിഫലം ഇഹലോകത്തിൽ വെച്ച് തന്നെ അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നതുമാണ് എന്നും സൂറത്ത് ഹൂദിലും സൂറത്ത് ഫുർഖാനിലും ഒക്കെ അള്ളാഹു വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ബേസ് അടിസ്ഥാനം എന്താണ്? അള്ളാഹുവിലുള്ള വിശ്വാസം. ആ വിശ്വാസം അടിയുറപ്പിച്ചുകൊണ്ട് അല്ലെ, തോന്നിയതുപോലെ അങ്ങനെ ഒരു ചാഞ്ഞും ചെരുന്നല്ല, നമ്മൾ സ്ട്രോങ് ആയിട്ട് ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് എന്റെ റബ്ബിന് വേണ്ടി അല്ലെ, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഓരോ നന്മകളും അതെത്ര മിസ്കാല ദർറത്താണെങ്കിലും അതവിടെ കാണുക തന്നെ ചെയ്യും. അതിന് നമ്മൾ പ്രതിഫലം അള്ളാഹു തരുക തന്നെ ചെയ്യും. മനസ്സിലായോ? അപ്പൊ നിസ്സാരമായ ഒരു കർമ്മങ്ങളെ നിങ്ങൾ വെറുതെ വിട്ട് കളയരുത്. അത് ഒരാളെ കണ്ട് ചിരിക്കുന്നതാവട്ടെ, സലാം പറയുന്നതാവട്ടെ, എന്തും നന്മയായതെന്തും അതിന് പ്രതിഫലം നമ്മൾ കാണുക തന്നെ ചെയ്യും. അപ്പൊ ഈ രണ്ടായത്തുകൾക്കും ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ഈ രണ്ട് ആയത്തുകൾക്കും കൂടിയാണ് അൽ ജാമിദത്തുൽ ഫാദ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം എന്താണ്? ഈ ആയത്തുകൾ എല്ലാ നന്മകളെയും സമ്പൂർണമായ ധാരാളം അറിവുകളും എന്താണ് നന്മകളും ഉൾക്കൊള്ളുന്ന രണ്ടായത്തുകളാണ് എന്നതുകൊണ്ട് കഅബുൽ അഹ്ബാറിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ്? തൗറാത്തിലെയും സബൂറിലെയും ഇഞ്ചിയിലൊക്കെ എന്താണ് കാര്യങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മൊത്തത്തില് സമഗ്രമായി വന്നിട്ടുണ്ട് ഈ രണ്ടായത്തുകളിൽ നിന്ന് എടുത്തു പറയുന്നു കേട്ടോ. തൗറാത്തിലെയും സബൂറിലെയും ഇഞ്ചിയിലെയും വിഷയങ്ങളൊക്കെ സമഗ്രമായിട്ട് ഈ രണ്ടായത്തുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് കഅബുൽ അഹ്ബാറിൽ തഫ്സീറിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, സഹ എന്നൊരു സഹാബി വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം എന്താണ് 120 വർഷത്തോളം ജീവിച്ചു എന്നാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ദീൻ, അതായത് ഇസ്ലാം സ്വീകരിക്കാൻ പോകുമ്പോൾ കേട്ട് പഠിച്ച ആയത്തുകൾ കൂടിയാണിത്. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ട മാത്രമേ അദ്ദേഹം പറഞ്ഞു എന്താണ്? ഹസ്ബി, എനിക്കിത് മതി, ഇത് മാത്രം മതി. കണ്ട, ഇത് അത്രയ്ക്കും തികഞ്ഞതാണ്. അറിവുകൾ അല്ലെങ്കിൽ നന്മകൾ തികഞ്ഞ നിറഞ്ഞ ഒരു ആയത്താണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അദ്ദേഹത്തിന്റെ പേര് സ്വഹ്സഅബിനു നാജിയ എന്നാണ്. സ്വഹ്സഅ ഇബ്നു നാജിയ. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? അദ്ദേഹത്തിന് ഒരു മകനുണ്ട്. എന്താണ്? ഫറസ്ദഖ് എന്നാണ് അദ്ദേഹത്തിന്. എന്താണ്? ഒരു ചില പേരെല്ലാം അറിയപ്പെടുന്നത് വലിയ പ്രസിദ്ധനായ ഒരു ഫറസ്ദഖ് എന്നൊരു കവിയാണ്. ഫറസ്ദഖ് ഒരു ഫേമസ് ആയ ഒരു കവിയാണ്. അത് പോട്ടെ. പക്ഷെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം ആ കാലഘട്ടത്തിൽ ആ ഒരു ജനതയ്ക്ക് എന്തായിരുന്നു, പെൺമക്കളെ കുഴിച്ചു മൂടുന്ന കാലം ഉണ്ടായിരുന്നല്ലോ, പെൺകുട്ടികൾ ജനിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ധാരാളം പെൺമക്കളെ പോയി ഇദ്ദേഹം പോയി ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വാർത്തുമായിരുന്നു. 300ഓളം പെൺകുഞ്ഞുങ്ങളെ വാർത്തി എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഏതായാലും വലിയ ഒരു എന്താണ് രണ്ട് ആയത്തുകളാണ്, ഭയങ്കര പ്രാധാന്യമേറിയ നന്മകൾ നിറഞ്ഞ വലിയ രണ്ട് ആയത്തുകളാണ് നമ്മളിപ്പോ പഠിച്ചത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ സൂറ സിൽസാൽ അവസാനിക്കുകയാണ്. അപ്പൊ ഇവിടെ ഷർറിന്റെ ഓപ്പോസിറ്റ് ഖൈറാണ്. അറിയാലോ, ഇത് മനസ്സിലാവും, നിങ്ങൾക്ക് ഈസിയാണ്, അറിയാലോ. ഖൈറുൻ എന്താണ്? ഷർറുൻ അല്ലെ, നന്മയും തിന്മയും ഓപ്പോസിറ്റ് ആണ്. മിസ്കാല് തൂക്കം. അപ്പൊ ഈ ആയത്തോടു കൂടി അല്ലെ നമ്മുടെ സൂറത്ത് സിൽസാൽ അവസാനിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ ഗ്രാമർ പോർഷനിലേക്ക് നമുക്ക് പോകാം. എല്ലാവർക്കും ഇത് ക്ലിയർ ആണല്ലോ? ഒന്ന് അർത്ഥം പറഞ്ഞേ.
അർത്ഥം പറയാൻ പറ്റുമോ? ആർക്ക് പറയാം? ഓ ഉം. പറയാം. ആ. യൗമയിദിൻ ഉം. അന്നത്തെ ദിവസം യസ്തുറുന്നാസു മനുഷ്യർ പുറപ്പെട്ടു വരും. ഉം. അഷ്ടാത്തൻ പല സംഘങ്ങളായി. ഉം. ഈ ഉറവ് അവർക്ക് കാണിക്കപ്പെടുവാൻ അമാലവും അവരുടെ പ്രവർത്തനങ്ങൾ. സമയാമൽ ആ. അപ്പോൾ ആർ പ്രവർത്തിച്ചുവോ ഉം. കാലതർളത്തിൽ ഒരണുമണി തൂക്കം ഹൈറൻ നന്മ യറ അവനത് കാണും. ഉം. സമയാമൽ അപ്പോൾ ആർ പ്രവർത്തിച്ചിരുന്നുവോ ഇസ്കാലതർളത്തിൽ ഒരണുമണി തൂക്കം ഷാഫൻ തിന്മ യറ അവനതും കാണും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇതിലെ വേർഡുകളൊക്കെ നല്ല തറവാകുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ അടുത്തൊരാൾ പറഞ്ഞേ. ആ, ഒരാളൂടെ പറഞ്ഞേ. യോമയിദിൻ അന്ന്, യസ്തുറുന്നാസു ജനങ്ങൾ പുറപ്പെടും, അസ്താത്തൻ പല സംഘങ്ങളായി, ലിയുറൗ അവർ കാണിക്കപ്പെടാൻ, അഅ്മാലഹും പ്രവർത്തനങ്ങൾ, ഫമൻ പ്രവർത്തിക്കുന്നുവോ മിസ്കാല ദർറത്തിൻ അണുമണി തൂക്കം ഹൈറൻ നന്മ യറഉ അവൻ അത് കാണും. വമൻ ആര് പ്രവർത്തിക്കുന്നുവോ മിസ്കാല ദർറത്തിൻ അണുമണി തൂക്കം ഷർറൻ തിന്മ യറഉ അവൻ അതും കാണും. അത് കാണും. ജസാക്കുമുല്ലാഹ് ഖൈറ, ബറക്കല്ലാഹു ഫീക്. ഇനി ഒരാളൂടെ പറഞ്ഞേ, അടുത്തൊരാൾ പറഞ്ഞേ. ഞാൻ പറയട്ടെ. ആ. യൗമൈസിൻ അന്ന് യസ്തുറു പുറപ്പെടും അന്നാസ് ജനങ്ങൾ അഷ്താത്തൻ പല സംഘങ്ങളായി ലിയൂറോ അവർ കാണിക്കപ്പെടാൻ ആമാലും അവരുടെ പ്രവർത്തനങ്ങൾ. അപ്പൊ ഇവിടെ നോക്കിയേ, ആമലുൻ ജമ എന്താണ്? ആമാലുൻ. ആമാലുൻ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അടുത്ത ആയത്ത് പറഞ്ഞോളേ. ഫമൻ അപ്പോൾ ആര് യമൽ പ്രവർത്തിക്കുന്നുവോ മിസ്കാലദർറത്തിൻ അണുത്തൂക്കം ഹൈറൻ നന്മ യറഹു അവൻ അത് കാണും. വമൻ അപ്പോൾ ആര് യമൽ പ്രവർത്തിക്കുന്നുവോ മിസ്കാലദർറത്തിൻ അണുത്തൂക്കം ഷറ തിന്മ യറഹു അവൻ അത് കാണും. കംപ്ലീറ്റ് അർത്ഥം മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ഒരാളൂടെ പറയാൻ പറ്റുമോ? അടുത്തൊരാൾ പറഞ്ഞേ, ഇതുവരെ പറയാത്ത ഒരാൾ പറഞ്ഞേ. യൗമഇദിൻ അന്ന് യസ്തുറുന്നാസു ജനങ്ങൾ പുറപ്പെടും അഷ്താത്തൻ പല സംഘങ്ങളായി ലിയുറ അവർ കാണിക്കപ്പെടാൻ അഅ്മാലഹും അവരുടെ പ്രവർത്തനങ്ങൾ. ഫമയ്യഅമൽ അപ്പോൾ ആർ പ്രവർത്തിക്കുന്നുവോ മിസ്കാല ദർറത്തിൻ അണുത്തൂക്കം ഖൈറൻ നന്മ യറഹു അവൻ അത് കാണും. വമയ്യഅമൽ ആർ പ്രവർത്തിക്കുന്നുവോ മിസ്കാല ദർറത്തിൻ അണുത്തൂക്കം ഷർറൻ തിന്മ യറഹു അവൻ അത് കാണും. ജസാക്കുമുല്ലാഹ് ഖൈറ. അപ്പൊ ഇത് വേർഡുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ സൂറകളൊക്കെ നിങ്ങൾ പഠിക്കുന്നതൊക്കെ എല്ലാരും കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ വേർഡുകൾ അങ്ങ് തറവാവും, ഈസി ആയിരിക്കും പിന്നെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, കുഞ്ഞു കുഞ്ഞു സൂറകളാണ്. അപ്പൊ നമ്മൾ നമസ്കാരത്തിൽ പാരായണം ചെയ്യാനും പറ്റുമല്ലോ. ഓക്കെ, അർത്ഥ വ്യത്യാസം ഒന്ന് പറഞ്ഞു തരുമോ? ഏതാണ്? യുറവ് യറ എന്ന് പറയുമ്പോ അവൻ കാണുന്നു എന്നുള്ളതാണ്. ഓക്കെ, യറ. ഇപ്പൊ നമ്മള് റ എന്ന് പറഞ്ഞ അവൻ കണ്ടു, അപ്പൊ പാസ്റ്റ് ആയി. ഓക്കെ, പൂർണ്ണക്രിയ. റ കണ്ടു. യറ എന്നാവുമ്പോ എന്താണ്? കാണുന്നു, അവൻ കാണുന്നു അല്ലെങ്കിൽ കാണും. അപ്പൊ യുറ എന്ന് പറയുമ്പോ എന്താണ്? കാണിക്കപ്പെടുന്നു. അതൊരു പ്രത്യേക ക്രിയയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ പഠിച്ചതാണ്. നമ്മൾ കുറച്ച് ഭാഗം ഒന്ന് പറഞ്ഞു, ഞാൻ അത് പറഞ്ഞുതരാം. നസ്വറ അല്ല, നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ആ പോർഷൻ വന്നിട്ടില്ല കേട്ടോ. അത് നസ്റഹും ജഅലഹും അങ്ങനെയാണ് വന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഈ കർമ്മണി പ്രയോഗം നമ്മൾ പഠിക്കും. അപ്പൊ കാണിക്കപ്പെടാൻ വേണ്ടി, സഹായിക്കപ്പെടാൻ എന്നൊക്കെ നമ്മൾ ഈ ചെയ്ത ആളിനെ പറ്റി അവിടെ പറയൂല. ആ ചെയ്ത ആളിനെ അവിടെ കാണിക്കാതെ ആ ക്രിയക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയും. ആരാണെന്ന് ചെയ്തെന്ന് അറിയൂല, ആ രീതിയിൽ. അപ്പൊ കാണിക്കപ്പെടാൻ വേണ്ടി എന്നാണ്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ വഴിയെ പഠിക്കുവേ.
അപ്പൊ ക്ലിയർ യറാന്ന് പറഞ്ഞാല് അവൻ കണ്ടു എന്നല്ലേ? യറ അവൻ കാണുന്നു, ആണ് അവൻ കണ്ടു, നമ്മൾ പറഞ്ഞില്ലേ അപ്പൊ ആ ചോദ്യമായിട്ടാണ് വന്നു. പിന്നെ അപ്പൊ കണ്ടു, അവൻ കണ്ടുവോ, നീ കണ്ടില്ലേ എന്ന് നമ്മൾ ചോദിച്ചതേ. അത് നമ്മൾ അടുത്ത പാറ്റേണിൽ നമ്മൾ അത് പഠിക്കും, ഇതെങ്ങനെയാ രൂപം വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കുക, കണ്ടു, നിങ്ങൾ എഴുതി വെച്ചോളൂ, കണ്ടു. അപ്പൊ അതിന്റെ അപൂർണ ക്രിയ യറ. ഓക്കെ, യറ. യുറ എന്ന് പറയുമ്പോ കാണിക്കപ്പെടാൻ എന്നുള്ളതാണ്, യു ആക്കുമ്പോ, വമ്മിടുമ്പോ. ഓക്കെ, ഇപ്പൊ നമ്മൾ അതിലേക്ക് പോകണ്ട, നമുക്ക് ഇൻഷാ അല്ലാഹ് ക്രമേണ പഠിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ സംഭവം എന്താണെന്ന്? മനസ്സിലായി. ഓക്കെ, അപ്പോ ഇത് അർത്ഥം ഒന്നുകൂടെ പറയാവോ? ഒരാളോട് ഒന്ന് പറഞ്ഞേ, ആർക്ക് പറയാം? യൗമഇദിൻ യസ്തുറുന്നാസു അഷ്താത്തൻ ലിയുറൗ. അന്ന് ജനങ്ങൾ പുറപ്പെടും പല സംഘങ്ങളായി അവർ കാണിക്കപ്പെടാൻ. അഅ്മാലഹും അവരുടെ പ്രവർത്തനങ്ങൾ. ഫമൻ യഅ്മൽ അപ്പോൾ ആർ പ്രവർത്തിക്കുന്നുവോ മിസ്കാല ദർറത്തിൻ അണുതൂക്കം ഖൈറൻ യറ നന്മ ഖൈറൻ യറ. ഇവിടെയോ വമൻ യഅ്മൽ മിസ്കാല ദർറത്തിൻ ആർ അണുതൂക്കം തിന്മ പ്രവർത്തിക്കുന്നുവോ ശർറൻ യറ. നിങ്ങൾ വാക്കുകളുമായിട്ട് പരിചയപ്പെടാനാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയിപ്പിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാവോ? ആർക്ക് പറയാം? അടുത്തൊരാളൂടെ പറഞ്ഞേ. യൗമഇദിൻ യസ്തുറുന്നാസു അഷ്താത്തൻ ലിയുറൗ അഅ്മാലഹും. അന്നേ ദിവസം ജനങ്ങൾ പുറപ്പെടും പല സംഘങ്ങളായി അവരുടെ പ്രവർത്തനങ്ങൾ കാണിക്കാൻ വേണ്ടി. ഫമൻ യഅ്മൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ. ആരെങ്കിലും അണുമണിത്തൂക്കം നന്മ പ്രവർത്തിച്ചുവോ അത് അവർ കാണും. വമൻ യഅ്മൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ആരെങ്കിലും ഒരു അണുമണിത്തൂക്കം തിന്മ പ്രവർത്തിച്ചുവോ അത് അവർ കാണും. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറ. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? കംപ്ലീറ്റ് വാക്കുകളും നാസ് അറിയാം. യസ്ദുർ നമ്മളിപ്പോ പഠിച്ചു, പുറപ്പെടും. അഷ്താത്തൻ പല സംഘങ്ങൾ. ലി യൂറൗ, ലി ചേർത്തപ്പോ വേണ്ടി അല്ലെ, ലി യൂറൗ കാണിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ്, അവർ കാണിക്കപ്പെടാൻ. അഅ്മാലഹും അവരുടെ പ്രവർത്തനങ്ങൾ അല്ലെ. ക്ലിയർ ആണോ? അതുപോലെ ഇവിടെയും മിസ്കാല ദർറത്തിനാണ് പുതിയ പദം അല്ലെ, മിസ്കാല ദർറത്തിൻ. ഓക്കെ, ക്ലിയർ? മിസ്കാല ദർറത്തിൻ എന്താ അർത്ഥം? മിസ്കാല ദർറത്തിൻ അണുത്തൂക്കം. ഇനി ഞാനൊരു കാര്യം ചെയ്യാം, ഈ സ്ക്രീൻ മാത്രം ഈ പോർഷൻ കാണിക്കാം, നിങ്ങൾക്ക് പറയാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇതുവരെ പറയാത്ത ഒരാളൊന്ന് നോക്കിയേ. പറയാവോ? തെറ്റിയാലും സാരമില്ല, നമുക്ക് നമ്മളെ കൊണ്ട് നമ്മളെ ബ്രെയിൻ നമ്മൾ ട്രൈ ചെയ്യിപ്പിക്കുകയാണ്. ഒന്ന് പറയാമോ? അന്ന് യസ്ദുറുന്നാസു ജനങ്ങൾ പുറപ്പെടും അഷ്താത്തൻ പല സംഘങ്ങളായി ലിയുറൗ കാണിക്കപ്പെടും അഅ്മാലഹും അവരുടെ പ്രവർത്തനങ്ങൾ. ഫമൻ യഅ്മൽ അപ്പോൾ ആർ പ്രവർത്തിക്കുന്നുവോ മിസ്കാല ദർറത്തിൻ അണുമണി തൂക്കം ഖൈറൻ യറ ഖൈറൻ നന്മ യറഹു അത് അവൻ കാണും. വമൻ യഅ്മൽ ആർ പ്രവർത്തിക്കുന്നുവോ മിസ്കാല ദർറത്തിൻ അണുതൂക്കം ശർറൻ തിന്മ യറഹു
അവൻ കാണും. അവൻ അത് കാണും. മാഷാഅല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ, ബറക്കല്ലാഹു ഫീക്. പറയാൻ പറ്റിയില്ലേ? അൽഹംദുലില്ലാ. ഇനി ആർക്ക് ട്രൈ ചെയ്യാം? നേരത്തെ ഞാൻ ഒരാൾ പറയട്ടെ? ചോദിച്ചില്ലേ സോദുറു അല്ലെ? ഒരു സെക്കൻഡ്. യസ്ദുറു പറഞ്ഞില്ലേ? അതിന്റെ ഫസ്റ്റ് റൂട്ട് വേർഡ് എന്താണ്? സ്വദറ. അതിന്റെ പാസ്റ്റ്, അതായത് പൂർണ്ണക്രിയ സ്വദറ. അതിന്റെ പൂർണ്ണക്രിയ നമ്മളിപ്പോ പറഞ്ഞു യസ്ദുറു. ഓക്കെ, ഇതിന് എന്താണ് കൽപ്പനക്രിയ? ഉസ്ദുർ എന്ന് വരും കേട്ടോ. ഒരാൾ ചോദിച്ചില്ലേ, ഞാൻ അപ്പോഴങ്ങ് സ്ട്രക്ക് ആയി കേട്ടോ. അതാണ് സ്വദറ. സ്വദറയാണ് എന്താണ്? ഹൃദയം. അത് സ്വദൂർ. സ്വദൂർ അത് സുക്കൂൻ വരുമ്പോഴാണേ. ഒറ്റ മിനിറ്റ്. അത് സ്വദൂറിനാണ്. സ്വദൂറിനാണ് ഇത് യസ്ദൂർ. സ്വദറ. ഓക്കെ, സ്വദറ. അപ്പൊ ഇപ്പൊ പറഞ്ഞ ആളെന്താ? വേറെന്തോ നമ്മൾ എവിടെയാ പറഞ്ഞു വന്നത്? ഒരാൾ അർത്ഥം നോക്കി പറഞ്ഞേ. ഈ സെന്റൻസ് നോക്കിയിട്ട് കാണുമോ? പറയാൻ പറ്റുമോ? പറയട്ടെ. യൗമൈദിൻ, അന്നത്തെ ദിവസം, യസ്തുറു ജനങ്ങൾ പുറപ്പെടും, നാസ് ജനങ്ങൾ, അഷ്താത്തൻ കൂട്ടങ്ങളായി, ലിയുറോ അവൻ കാണും, ആമാലവും അവന്റെ പ്രവർത്തനങ്ങൾ, ഫമയഅമൽ ആർ ചെയ്തു പ്രവർത്തിച്ചുവോ. പറഞ്ഞത് ലിയുറോ അവർ കാണിക്കപ്പെടുവാൻ അല്ലെ? അവർ കാണിക്കപ്പെടും. ഫമയഅമൽ അവരുടെ പ്രവർത്തനങ്ങൾ, മിസ്കാല ദർറത്തിൻ അണുമണിത്തൂക്കം, ഖൈറൻ നന്മ, യറഹു അവൻ അത് കാണും. ഫമയഅമൽ ആർ മൻ എന്ന് പറയുമ്പോ ആര്? അപ്പോൾ യമൽ പ്രവർത്തിച്ചുവോ, മിസ്കാല ദർറത്തിൻ അണുമണിത്തൂക്കം, ഖൈറൻ നന്മ, യറഹു അവൻ അത് കാണും. ഫമയഅമൽ ആർ പ്രവർത്തിച്ചുവോ, മിസ്കാല ദർറത്തിൻ അണുമണിത്തൂക്കം, ഷർറൻ തിന്മ, യറഹു അവൻ അത് കാണും. മാഷാഅല്ലാ, 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 ജസാക്കുമുല്ലാഹു ഖൈർ, ബറക്കല്ലാഹു ഫീക്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ? എല്ലാരും പഠിച്ചു അല്ലെ? മിസ്കാല ദർറത്തിൻ മറക്കൂല അല്ലെ? മിസ്കാല ദർറത്തിൻ, മിസ്കാൽ. ഓക്കെ, എന്താണ്? അണുമണിത്തൂക്കം. മിസ്കാല ദർറത്തിൻ, മിസ്കാല തൂക്കം, ദർറത്തിൻ അണുമണി. അപ്പൊ അണുമണിത്തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അവനത് കാണും. നാളെ അള്ളാഹു അത് പരലോകത്ത് കൊണ്ടുവരും. നമുക്കതിന് പ്രതിഫലം തരുക തന്നെ ചെയ്യും അല്ലെ? ഈ ഒരു സെന്റൻസ്, ഈ രണ്ട് സെന്റൻസുകളും ആയത്തോളം അത്രയ്ക്ക് പ്രാധാന്യം അല്ലെ? പ്രാധാന്യമേറിയതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അതിന്റെ പ്രാധാന്യം, അതിന്റെ ആയത്തിന്റെ വിശദീകരണം ഒക്കെ നമ്മൾ പറഞ്ഞു. അൽഹംദുലില്ലാ. ഇതിനെ എല്ലാവർക്കും കറക്റ്റ് ആണല്ലോ? ക്ലിയർ ആണല്ലോ അല്ലെ? നമുക്കിനി ഗ്രാമർ പോർഷനിലേക്ക് പോവാം. നമ്മൾ എവിടെ വരെ പഠിച്ചത്? ഇതുവരെ നമ്മൾ പഠിച്ചു ഫതഹ യഫ്തഹു, ضرب يضرب, സമിഅ യസ്മഉ അല്ലേ? ആണോ? അതെ. നസറ യൻസുർ. പുതിയ പാറ്റേൺ പഠിച്ചത് നസറ യൻസുർ. അപ്പം ഒന്നുകൂടെ പറഞ്ഞേ. ഫതഹ യഫ്തഹു, ضرب يضرب, سمع يسمع, نصر ينصر. അപ്പൊ നമ്മൾ ഇത് മൊത്തത്തിൽ നമ്മൾ എന്താണ് ആദ്യം മുതൽ പഠിച്ചത്? എന്താണ്? അറബിക് പദങ്ങളെ മൂന്നാക്കി അല്ലെ? മൂന്നാക്കി വെച്ചു. എന്തൊക്കെയാക്കി നമ്മള്? നാമം, അവ്യയം, ക്രിയ. നാമം നമ്മൾ പറഞ്ഞു, വസ്തു, സാധനം, സ്ഥലത്തിന്റെയും ആളുടെയൊക്കെ വ്യക്തികളുടെയൊക്കെ പേര്, ആശയം ഒക്കെ സൂചിപ്പിക്കുന്ന പദമാണെന്ന് നമ്മൾ പറഞ്ഞു നാമം. അപ്പൊ അതിന്റെ പകരം ഉപയോഗിക്കുന്ന സർവനാമങ്ങൾ അല്ലെ? അത് അവൻ ഒക്കെ നമ്മൾ മാറ്റി ഉപയോഗിക്കണ്ടേ? ഹുവാഹും അൻത അൻതും അനാ നഹ്നു ഹിയ എന്നുള്ള ആ സർവനാമങ്ങളാണ്, ആ 7 സർവനാമങ്ങളാണ് അറബിക് ഭാഷയെ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റിയറിംഗ്. നമ്മൾ പറഞ്ഞു അല്ലെ? കാറിന്റെ സ്റ്റിയറിംഗ് പോലെ ഏതൊരു വാഹനത്തിന്റെയും അതിന്റെ ഒട്ടിക്കുന്ന മെയിൻ ഭാഗം ഏതാണോ അതുപോലെയാണ് ഈ വാക്കുകൾ. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ ആഡ് ചെയ്ത് പറഞ്ഞു. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, കിതാബ് പറഞ്ഞു, ദീനു പറഞ്ഞു, റബ്ബു പറഞ്ഞു. എങ്ങനെ ആഡ് ചെയ്യും? റബ്ബിന്റെ കൂടെ ഹുവാഹും അൻത അൻതും അനാ നഹ്നു ഹിയ എങ്ങനെ ആഡ് ചെയ്തു? റബ്ബുഹു, റബ്ബുഹും വിത്ത് TPI കേട്ടോ. ഇങ്ങനെ വിത്ത് TPI, ടോട്ടൽ ഫിസിക്കൽ ഇന്ററാക്ഷൻ വഴി. ഓക്കെ, കൈകാട്ടി പറയുക, വലതുവശത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുക. റബ്ബുഹു അവന്റെ റബ്ബ്, റബ്ബുഹും അവരുടെ റബ്ബ്, റബ്ബുക്ക നിന്റെ റബ്ബ്, റബ്ബുക്കും
നിങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ റബ്ബ് റബ്ബുന ഞങ്ങളുടെ റബ്ബ്, റബ്ബുഹ അവളുടെ റബ്ബ്. ഓക്കെ, അപ്പൊ നമ്മള് നാമവുമായിട്ട് ആഡ് ചെയ്ത് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കി അവ്യയങ്ങൾ എന്താ? ബി, ഫി, ഇല, അല, മിൻ, അൻ, മ, ഇല അല്ലെ. അതായത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോ അർത്ഥം പൂർണ്ണമാവില്ല, ഏതിനെ കൂടി ചേരുമ്പോ അത് പൂർണ്ണമായി മാറും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ബിസ്മില്ല, മിനശ്ശൈത്താനി, ലില്ലാഹി, ഇലൈഹി അല്ലെ, ഓർമ്മയില്ലേ? ഇലല്ലാഹി, ഫീ സബീലില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കുഞ്ഞു കുഞ്ഞു അക്ഷരങ്ങൾ അല്ലെ, ആ വേർഡ്, ചെറിയ വാക്കുകൾ. അപ്പൊ അതിനോട് നമ്മൾ എങ്ങനെ ആഡ് ചെയ്ത് പറഞ്ഞു സർവനാമങ്ങളെ? ബി വെച്ചിട്ട് പറഞ്ഞേ, ആർക്ക് പറയാം? പറഞ്ഞോളേ. ആണോ ആരാണോ പറഞ്ഞു? ബിന, ബിഹ, ബിഹ, അതായത് ബിഹി, ബിഹിം, ബിക, ബിക്കും, ബി, ബിന, ബിഹ. ഓക്കെ, ഇനി അടുത്ത റംലാത്ത് ഒന്ന് പറഞ്ഞേ. ലീ വെച്ചിട്ട് പറഞ്ഞേ. റംലാത്ത് ഉണ്ടോ? ആർക്കാണ് പറയാൻ പറ്റുക പറഞ്ഞോളൂ. സബീന, നമ്മുടെ കുട്ടികളൊക്കെ ധാരാളം കുട്ടികളുണ്ട് കേട്ടോ. എല്ലാവരും നമ്മുടെ സ്റ്റുഡൻസ് ആണ്, സഹോദരിമാരാണ്. ആർക്കാണെങ്കിലും പറയും. ലക്കും, ലി, ലന, ലഹ. ലഹ, മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. ഓക്കെ, അപ്പൊ നമ്മൾ അവ്യയത്തോടെയും ചേർത്ത് പറഞ്ഞു അല്ലെ, ഗതികളോടൊപ്പം ചേർത്ത് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ വന്നത് ക്രിയകളാണ്. ക്രിയകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞേ ക്രിയ. കാലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിയെ സൂചിപ്പിക്കുന്ന പദം. എന്താ? പ്രവൃത്തി സൂചിപ്പിക്കുന്ന കാലവുമായി ബന്ധപ്പെട്ട് അല്ലെ. മാഷാഅല്ലാഹ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞു പൂർണ്ണക്രിയ അല്ലെ, പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞ കാലം നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ കാലമുണ്ട്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഒന്നാണ്, പിന്നെ കൽപ്പന ക്രിയ ഉണ്ട്. അങ്ങനെ മൂന്നായിട്ടാണ് ക്രിയയെ നമ്മൾ ഡിവൈഡ് ചെയ്തത് അല്ലെ. എങ്ങനെ? കഴിഞ്ഞത്, രണ്ടാമത്തെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത്, ഭാവിയിലതും ഒന്നാണ്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? കൽപ്പനക്രിയ. ഓക്കെ, നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞ പൂർണ്ണക്രിയ. അതിന് ഫസ്റ്റ് ഒരു ഫാമിലിയെ നമ്മൾ എടുത്തു. ആരാണ്? ഫതഹ, യഫ്തഹു അല്ലെ. അപ്പൊ എങ്ങനെ പറഞ്ഞു? ഇതുവരെ പറയാത്ത ഒരാൾ പറഞ്ഞേ. ഫതഹ യഫ്തഹു ഫുൾ പറഞ്ഞേ. ഫതഹ, ഫതഹു, ഫതഹതും, ഫതഹതു, ഫതഹ്ന, യഫ്തഹൂന, തഫ്തഹൂന, അഫ്തഹു, നഫ്തഹു, ഇഫ്തഹു, ലാ തഫ്തഹ്, ലാ തഫ്തഹു, ഫാത്തിഹുൻ, മഫ്തൂഹുൻ, ഫത്ഹുൻ, ഫതഹത്, ഹിയ തഫ്തഹ്. മാഷാഅല്ലാഹ്. അപ്പൊ അത് ആ ഒരു ബാച്ച് നമ്മൾ പഠിച്ചു ആദ്യം. അപ്പൊ അവരിൽ പെടുന്ന ആൾക്കാരെ നമ്മൾ പഠിച്ചു. ഫതഹയുടെ കൂടെ ആരൊക്കെ വരും പറയാവോ? ലഅന, ബഅസ, മനഅ, ശഫഅ, ദഹബ, ബഅസ, ജഅല, ഫതഹ, ഫഅല. ഓക്കെ, മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ദറബ ഗ്രൂപ്പ് ആണ് അല്ലെ. ദറബയില് എങ്ങനെയാ വ്യത്യാസം വരിക? അതിന്റെ അപൂർണ ക്രിയ പറയുമ്പോ യദ്രിബു. നമ്മൾ നേരത്തെ പറഞ്ഞു ഫതഹ യഫ്തഹു. ദറബ പഠിച്ചപ്പോ ദറബ യദ്രിബു. യദ്രിബു. അപ്പൊ ദറബയുടെ ഒരു പാറ്റേൺ പറഞ്ഞ ഫുൾ എങ്ങനെ പറയും? അടുത്ത ഒരാൾ, ഇതുവരെ പറയാത്ത ഒരാൾ പറഞ്ഞേ. ദറബ, പറഞ്ഞോളി. ലറബത്ത, ലറബത്തും, ലറബത്തു, ലറബിന. യദ്രിബു, യദ്രിബൂന, തദ്രിബു, തദ്രിബൂന, അദ്രിബു, നദ്രിബു. കൽപ്പനയ്ക്ക് എങ്ങനെ പറയും? ഇദ്രിബു. ഇദ്രിബു. നെക്സ്റ്റ് വിരോധം. ലാ തദ്രിബ്, ലാ തദ്രിബു. മദ്രിബുൻ, മദ്റൂബുൻ, ضربun, ضربun. هي ضربت, هي تضرب. മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറ. അപ്പൊ നമ്മൾ ദറബ അടിച്ചു അല്ലെ. അടിച്ചപ്പോ നമ്മൾ പറഞ്ഞു ആ ഗ്രൂപ്പിൽ കുറച്ച് ആൾക്കാരുണ്ട്. അവരാരൊക്കെയാ? ദറബ അടിച്ചപ്പോ എന്തായി? ആക്രമണം ചെയ്തു ആയി. പിന്നെ എന്തായി? നമ്മൾ ക്ഷമിച്ചു. പിന്നെയോ പുറത്തു കൊടുത്തു അല്ലെ. അത് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ഓഫറ. പിന്നെന്താണ്? റജഅ, മടങ്ങി അല്ലെ. നമ്മള് തെറ്റ് തിരുത്തി
പുറത്തു കൊടുത്തു മടങ്ങി. പിന്നെ എന്തായതു? അടുത്ത നമ്മൾ അവൻ കള്ളം പറഞ്ഞു. കഥബ. പിന്നെന്താണ്? കസബ. കള്ളം പറഞ്ഞു സമ്പാദിച്ചു. പിന്നെന്താ? അവൻ അറിഞ്ഞു. അറഫ. അറഫ. പിന്നെ അറഫ. അഖല. അമല. അല്ല ഹമല. ഹമല അല്ലെ? ഹമല. ഇത്രയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറ. മലക്ക ഉണ്ട്, ഖദറ ഉണ്ട് അതില് കേട്ടോ, ആ ഗ്രൂപ്പില്. പിന്നെ നമ്മൾ അടുത്ത് പഠിച്ച പാറ്റേൺ ആണ് സമിഅ യസ്മഉ. ഓക്കെ, സമിഅ യസ്മഉ. ഓക്കെ, സമിഅ യസ്മഉ. എങ്ങനെ പറയാം? സമിഅ എന്ന് പറഞ്ഞേ, ആർക്ക് പറയാം? سمعوا سمعوا سمعت سمعتم سمعتوا سمعنا يسمعوا يسمعون تسمعوا تسمعون أسمعوا نسمع اسمعوا اسمعوا لا تسمعوا لا تسمعوا سامع مسموع سمع سمع. هي سمعت هي تسمع തസ്മഉ. മാഷാഅല്ലാ, മാഷാഅല്ലാ, ജസാക്കുമുല്ലാഹ്. ഓക്കെ, ആ സമയയുടെ പാറ്റേൺ വരുന്ന ആരൊക്കെ ഉണ്ട് നമ്മൾ പഠിച്ചു? കേട്ടു അല്ലെ? കേട്ടപ്പോ അറിഞ്ഞു, ആലിമ. പിന്നെ ആമില, പ്രവർത്തിച്ചു. മാഷാഅല്ലാ. പിന്നെയോ റഹിമ, റഹിമ, കരുണ ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞു ബഖില, ഷഹിദ, ഖസിറ അല്ലെ? നഷ്ടപ്പെട്ടു. ശരിബ, കുടിച്ചു. ഹഫിള, സംരക്ഷിച്ചു. ഹസന, ഹസിബ. അങ്ങനെയൊക്കെ പാറ്റേൺ അവരുടെ കൂട്ടത്തിൽ വരുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ഓരോന്നും പ്രാക്ടീസ് ചെയ്ത് വഴിയെ നമ്മൾ പഠിക്കുവേ. ഇൻഷാ അല്ലാഹ് കുറെയൊക്കെ നമ്മളിവിടെ നോക്കിയിട്ടുണ്ടല്ലേ? സമയയുടെ കൂട്ടത്തിൽ വരുന്ന സമിയ, ആമില, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പിന്നെന്താണ്? ഷഹിദ, പിന്നെ റഹിമ, ആമില ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തതാണ് ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ പഠിച്ച അവസാന പാറ്റേൺ നസറ യൻസുറു അല്ലെ? നസറ യൻസുറു. ഒന്ന് പറഞ്ഞേ, നസറ യൻസുറു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതാണ് അല്ലെ? നസറ ആർക്ക് പറയാം? نصر نصروا نصرت نصرتم نصرت نصرنا ينصروا ينصرون تنصروا تنصرون أنصروا ننصر انصر انصروا لا تنصر لا تنصروا ناصر منصور منصور നസ്റുൻ, നസ്റുൻ. മാഷാഅല്ലാ, മാഷാഅല്ലാ. അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മൾ പഠിച്ചില്ലേ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ്, നസ്ർ അല്ലെ? നമ്മൾ പഠിച്ചില്ലേ? ആ വേർഡ് വന്നതുണ്ടോ? നസ്റ അല്ലെ? വിജയം ഓർമ്മയുണ്ടോ? സഹായിച്ചു, വിജയിച്ചു ഒക്കെ അർത്ഥം വരുന്നുണ്ട്. സഹായം അല്ലെ? നസ്ർ, സഹായം. ഇദാ ജാ നസ്ർ, വിജയം അല്ല, സഹായം. അപ്പൊ ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹ്, അല്ലാഹുവിന്റെ വിജയവും സഹായവും വന്നാൽ നമ്മൾ പഠിച്ചു. അപ്പൊ ആ വേർഡ് കണ്ടോ? നസ്റുൻ. അപ്പൊ നസ്റയിൽ നിന്നാണ് നസ്റുൻ വന്നത്. നാസ്റുൻ, മൻസൂറുൻ, നസ്റുൻ, സഹായം. ഹിയ നസ്റത്ത്, ഹിയ തൻസുറു. ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ നമ്മൾ ഇതിന്റെ ഈ പാറ്റേണിൽ വരുന്ന അടുത്ത വർബ് നമ്മൾ പഠിക്കുകയാണ് ഖലഖ റസഖ. ഓക്കെ, ഖലഖ റസഖ. ഒന്ന് നോക്കിയേ, ഖലഖ എങ്ങനെ പറയാം? ഖലഖ, അവൻ സൃഷ്ടിച്ചു. പറയാൻ പറ്റുമോ? ഒന്ന് പറയാമോ? ഖലഖ, സൃഷ്ടിച്ചു. ഖലഖു, അവർ സൃഷ്ടിച്ചു. അവർ സൃഷ്ടിച്ചു. അർത്ഥം ചേർത്ത് പറയോ? കൈ കാട്ടിട്ട്. അവർ സൃഷ്ടിച്ചു. ഖലഖ്, നീ സൃഷ്ടിച്ചു. ഖലഖ്തു, നിങ്ങൾ സൃഷ്ടിച്ചു. ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചു. ഖലഖിന, ഞങ്ങൾ. അപൂർണക്രിയ. യഹ്ലുഖു, അവൻ സൃഷ്ടിക്കുന്നു. യഹ്ലുഖൂന, അവർ സൃഷ്ടിക്കുന്നു. നീ സൃഷ്ടിക്കുന്നു. തഹ്ലുഖൂന, നിങ്ങൾ സൃഷ്ടിക്കുന്നു. അഹ്ലുഖു, ഞാൻ സൃഷ്ടിക്കുന്നു. നഹ്ലുഖു, ഞങ്ങൾ സൃഷ്ടിക്കുന്നു. ഇനി കൽപ്പനക്രിയ നീ സൃഷ്ടിക്കൂ. നിങ്ങൾ സൃഷ്ടിക്കൂ. ലാ തഹ്ലുഖു, ലാ തഖ്ലുഖ്. തഖ്ലുഖ് സുക്കൂൻ കൊടുക്കണേ, അത് ശ്രദ്ധിക്കണേ. കൽപ്പന വരുമ്പോ ഒറ്റ വാക്ക്, അതായത് നീ അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോ എന്താണ്?
ഉഖ്ലുഖ്, അതുപോലെ ലാ തഖ്ലുഖ് അല്ലെ, സുക്കൂനാണേ. എൻഡിങ് അവസാനം ശ്രദ്ധിക്കണേ. ലാ തഖ്ലുഖ് നീ സൃഷ്ടിക്കരുത്. ലാ തഖ്ലുഖൂ നിങ്ങൾ സൃഷ്ടിക്കരുത്. ജസാക്കുമുല്ലാഹു ഖൈറ. ബാക്കി എങ്ങനെ പറയും? ഖാലിഖുൻ സൃഷ്ടിക്കുന്നവൻ. സൃഷ്ടാവ് അല്ലെ, സൃഷ്ടിക്കുന്നവൻ സൃഷ്ടാവ്. ഖാലിഖുൻ, അള്ളാഹു ഖാലിഖാണ് അല്ലെ, ഖാലിഖുൻ. അപ്പൊ കിട്ടിയോ? ഖാലിഖുൻ. മഖ്ലൂഖുൻ, മഖ്ലൂഖുൻ സൃഷ്ടിക്കപ്പെടുന്നത് അല്ലെ, സൃഷ്ടിക്കപ്പെടുന്ന. മഖ്ലൂഖ് ആരാണ്? നമ്മളല്ലേ. അള്ളാഹു ഖാലിഖാണ്, മഖ്ലൂഖാണ്. നഹ്നു മഖ്ലൂഖുനാണ് അല്ലെ. മാഷാ അല്ലാഹ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? എല്ലാവർക്കും കിട്ടിയോ ഖാലിഖ് എങ്ങനെ വന്നെന്ന്? ഖലഖ എന്നുള്ള വേർഡിൽ നിന്നാണ് ഖാലിഖുൻ, മഖ്ലൂഖുൻ, ഖൽഖുൻ. കണ്ടോ? ഖൽഖുൻ സൃഷ്ടി, സൃഷ്ടിപ്പ്, സൃഷ്ടി എന്നുള്ളത് ഖൽഖുൻ. ഓക്കെ. അടുത്ത ഖലഖത്ത് അവൻ സൃഷ്ടിച്ചു. അവൾ സൃഷ്ടിച്ചു. ഖലഖത്ത് കണ്ട, ഖലഖ എന്നുള്ള വാക്കിന്റെ കൂടെ ഒരു താസുക്കുൻ വെച്ചു കൊടുത്താൽ മതി. ഖലഖത്ത് അവൾ സൃഷ്ടിച്ചു. ഓക്കെ. തഖ്ലുഖു അവൾ സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ സൃഷ്ടിക്കും. ഒരാൾ ഇനി ഒന്നുകൂടെ പറഞ്ഞ് ജസാക്കുമുല്ലാഹു ഖൈറൻ ബറക്കല്ലാഹു ഫീക്. ഇതുവരെ പറയാത്ത ഒരാളെന്ന് പറഞ്ഞേ. ഖലഖ യഖ്ലുഖു അത് പറഞ്ഞേ. ഖലഖ യഖ്ലുഖു. അങ്ങനെയല്ല. ഖലഖ ഖലഖു, ഖലഖ ഖലഖു, ഖലഖത ഖലഖ്തും, ഖലഖ്തു ഖലഖ്ന, യഖ്ലുഖു യഖ്ലുഖൂന, തഖ്ലുഖു തഖ്ലുഖൂന, അഖ്ലുഖു നഖ്ലുഖു. പറഞ്ഞോളൂ. ലാ തഖ്ലുഖ് ലാ തഖ്ലുഖു. ഖാലിഖുൻ മഖ്ലൂഖുൻ ഖൽഖുൻ ഹിയ ഖലഖത് ഹിയ തഖ്ലുഖു. മാഷാഅല്ലാഹ് ജസാക്കുമുല്ലാഹു ഖൈറ. ഇനി അടുത്ത ആർക്ക് പറയാം? അടുത്ത റസഖ, വിഭവം നൽകി. നമ്മൾ ഈ പഠിക്കുന്ന വേർഡുകളുടെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണേ. ഖലഖ അവൻ സൃഷ്ടിച്ചു. ഓക്കെ. അപ്പൊ ഇവിടെ റസഖ അവൻ വിഭവം നൽകി. അപ്പൊ റസഖ ആർക്ക് പറയാം? നോക്കി പറഞ്ഞേ. അടുത്ത ഒരാൾ, പറയാത്ത ഒരാൾ, ഇതുവരെ പറയാത്ത. നമ്മളെ അതേ നജാത്ത്, ഷക്കിയ, സുമരിയ, ഷബാന, ആരൊക്കെ ഉണ്ട്? നമ്മുടെ റഹീന, ആരൊക്കെയാണ് ക്ലാസ്സിലുള്ളത്? ആരൊക്കെ ഉണ്ടോ? ഇല്ലെങ്കിൽ ആർക്കാണ് മ്യൂട്ട് മാറ്റാൻ തന്നിട്ടുള്ളത് അവർ പറയാ. ഓക്കെ, പറഞ്ഞോളൂ. റസഖ. റസഖ റസഖു റസഖ്ത റസഖ്തും റസഖ്തു റസഖ്ന, യർസുഖു യർസുഖൂന തർസുഖു തർസുഖൂന അർസുഖു നർസുഖു, ഉർസുഖ് ഉർസുഖു ലാ തർസുഖ് ലാ തർസുഖു, റാസിഖുൻ മർസൂഖുൻ റിസ്ഖുൻ. മാഷാഅല്ലാഹ്. ഹിയ റസഖത് ഹിയ തർസുഖ്. മാഷാഅല്ലാഹ്. റാസിഖുൻ മർസൂഖ്. റാസിഖുൻ വിഭവം നൽകുന്നവൻ അല്ലെ. അള്ളാഹുവിന്റെ പേര് റാസിഖ് അല്ലെ. റാസിഖ് റാസിഖ്. അപ്പം റാസിഖുൻ മർസൂഖുൻ റിസ്ഖുൻ. റിസ്ഖ് എന്താണ്? വിഭവം അല്ലെ, വിഭവം. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഒരാളൂടെ പറഞ്ഞേ. റസഖ ആർക്ക് പറയാം? ഞാൻ പറയട്ടെ. പറഞ്ഞു. റസഖ റസഖു റസഖത് റസഖ്തും റസഖ്തു റസഖ്ന, യർസുഖു യർസുഖൂന നർസുഖു നർസുഖൂന, തർസുഖു തർസുഖൂന അർസുഖു നർസുഖു. ഉർസുഖ് ഉർസുഖു ലാ തർസുഖ് ലാ തർസുഖു ലാ തർസുഖു റാസിഖ് മർസൂഖ് റിസ്ഖ്. റാസിഖുൻ മർസൂഖുൻ റിസ്ഖുൻ. ഹിയ റസഖത് തർസുഖ്. മാഷാഅല്ലാഹ് ജസാക്കുമുല്ലാഹു ഖൈറ. ഒരാളൂടെ പറഞ്ഞേ. അടുത്തൊരാൾ, പറയാത്ത ആൾ പറഞ്ഞേ ഇതുവരെ. റസഖ റസഖു റസഖ്ത റസഖ്തും റസഖ്തു റസഖ്ന, യർസുഖു യർസുഖൂന തർസുഖു തർസുഖൂന അർസുഖു നർസുഖു, ഉർസുഖ് ഉർസുഖു ലാ തർസുഖ് ലാ തർസുഖു,
റാസിഖുൻ മർസൂഖുൻ റിസ്ഖുൻ ഹിയ റസഖത് ഹിയ തസ്റുഖ്. ജസാക്കുമുല്ലാഹ് ഖൈറ. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈറ. അപ്പോ സൂറത്ത് സിൽസിലയുടെ അവസാനിക്കാണ്. ഇനി സൂറത്ത് ബയ്യിന അടുത്ത ഒരു സൂറത്തിന്റെ ഒരു യൂണിറ്റ് ഒരു പോർഷൻ എടുത്തിട്ട് നമ്മള് പരീക്ഷയിലേക്ക് പോകും കേട്ടോ. ഇൻഷാ അല്ലാഹ് പഠിക്കാനുള്ള സമയം ഉണ്ടാകും, റിവിഷൻ ഉണ്ടാകും. നന്നായിട്ട് പഠിക്കണം. ഗ്രൂപ്പില് എല്ലാവരും കറക്റ്റായിട്ട് നോട്ട്സ് ഇടുകയും എന്താണ് പേർ തമ്മിൽ കറക്ഷൻ കൊടുത്തും ഒക്കെ നിങ്ങൾ ആക്റ്റീവായി പഠിച്ച് തന്നെ പോകണം കേട്ടോ. നമുക്ക് എന്നെന്നും നമുക്ക് വിജയിക്കാൻ കൂടെ നമ്മളോടൊപ്പം ഖുർആൻ വേണം അല്ലെ. എന്നും നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരട്ടെ. നമ്മുടെ ക്ലാസ് ഇവിടെ എൻഡ് ആകാണ്. നമുക്ക് ഇനി ബാക്കി എന്താണ് ഇത് നോക്കേണ്ടതുണ്ട്. നോക്കാവോ? കുഴപ്പമില്ലല്ലോ? സമയം എടുക്കാവോ? റെഡിയാണോ? ഓക്കെ, നോക്കാം. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقولوا لمن يقتل في سبيل الله ولا تقولوا. അപ്പം തഖൂലു വലാ തഖൂലു നിങ്ങൾ പറയരുത്. ലിമൻ യുഖ്തൽ. ലിമൻ ലി അറിയാം, മന്നു അറിയാം. എന്താണ് ലി? കൊണ്ട് വേണ്ടി ലിക്കിന് വേണ്ടി ലി അല്ലെ. മൻ ലിമൻ യുഖ്തൽ ഫീ സബീലില്ലാഹി. അപ്പൊ എന്താണ് ഫീ സബീലില്ലാഹി? അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കിയേ. ഫീ സബീലില്ലാഹി അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലേ. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ നിങ്ങൾ പറയരുത്, മരണപ്പെട്ടു എന്ന് പറയരുത്. ബൽ അഹ്യാഉം അവർ ജീവിച്ചിരിക്കുകയാണ്. വലാകിൻ ലാ തശ്ഉറൂൻ. ലാ തശ്ഉറൂൻ നിങ്ങൾ അത് അറിയുന്നില്ല അല്ലെ. പക്ഷെ എന്നാൽ നിങ്ങൾ അറിയുന്നില്ല. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ. അപ്പൊ മിനറിയാം. മിനൽ ഖൗഫ് എന്താ അർത്ഥം? മിനൽ ഖൗഫ് എല്ലാരും പഠിച്ച വാക്കാണ്. പറഞ്ഞു. ഭയത്തിൽ നിന്ന്. മിനൽ ഖൗഫി ഭയത്തിൽ നിന്നും. വൽ ജൂഅ എന്താണ്? വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്. അപ്പൊ ഏതൊക്കെ കൊണ്ട് പരീക്ഷിക്കും? അംവാൽ അറിയാമാലും, അംവാൽ സമ്പത്ത് കൊണ്ട്, അൻഫുസ് നിങ്ങളുടെ ദേഹങ്ങളിലും. മാഷാ അല്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈർ. അപ്പൊ നിങ്ങൾക്ക് അർത്ഥം വരുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റൂല്ലേ. വത്തമറാത്തി വബശ്ശിരി സ്വാബിരീൻ. അപ്പം ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്തയുണ്ട് അല്ലെ. അല്ലദീന എന്താ അർത്ഥം? അല്ലദീന അല്ലദീന ഒരു കൂട്ടർ അല്ലെ. മാഷാ അല്ലാഹ്. ഇദാ അസ്വാബത്തുഹും മുസീബ. ഇതാ ആയാൽ അല്ലെ. എന്തായാൽ? അസ്വാബത്തുഹും മുസീബ അവർക്കൊരു മുസീബത്ത്, ഒരു പരീക്ഷണം, ഒരു പ്രയാസം നേരിട്ടാൽ എന്തു പറയും? ഖാലൂ അവർ പറയും തീർച്ചയായും. നിങ്ങൾ നോക്കിയേ. ഇന്നാടെ അർത്ഥം പറഞ്ഞു. തീർച്ചയായും നാം. അത് മറക്കരുത്. നിശ്ചയമായും നാം. ലില്ലാഹി അർത്ഥം പറഞ്ഞേ. അള്ളാഹുവിന് അല്ലെ. അള്ളാഹുവിനുള്ളതാണ് അല്ലെ. അള്ളാഹുവിൽ നിന്ന്. അള്ളാഹുവിന്. ലില്ലാഹി വൈനാ ഇലൈഹി തീർച്ചയായും നാം അവനിലേക്ക് റാജിഊൻ മടങ്ങുന്നവരാണ്. കണ്ടോ അർത്ഥം എങ്ങനെ വന്നു കിട്ടിയോ? മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വല്ലാത്തൊരു സെന്റൻസ് ആണ് അല്ലെ. തീർച്ചയായും നമ്മളെല്ലാം അള്ളാഹുവിലേക്കാണ് നമ്മുടെ മടക്കം അല്ലെ. അള്ളാഹുവിൽ നിന്നാണ് തിരിച്ച് നമ്മള് അള്ളാഹുവിലേക്ക് തന്നെയാണ് മടക്കം. അള്ളാഹുവിന് ഉള്ളതാണ് നമ്മൾ അല്ലെ. അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് നമ്മളോട് പ്രവർത്തിക്കാം അല്ലെ. അപ്പൊ അത് എന്ത് വന്നാലും എന്ത് ഘട്ടത്തിലും, അതായത് ഒരു പ്രയാസം, ഒരു പരീക്ഷണം നമ്മൾ നേരിട്ടാല്, അല്ല മരണം മാത്രമല്ല, ഏതൊരു പ്രയാസവും ഒരു പ്രശ്നവും നഷ്ടവും ഒക്കെ ഉണ്ടായാലും നമ്മൾ എന്തു പറയും? ഇവിടെ അറിയാന്നുള്ള വാക്കുകൾ ഏതൊക്കെയാ? ഉലായിക്ക അല്ലെ. നോക്കിയേ. ഉലായിക്ക ഹാദ ഹ ഉലായി. ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, അതിന്റെ ബഹുവചനമാണ് ഹ ഉലായി. ദാലിക്ക അത്, അതിന്റെ ബഹുവചനമാണ് ഉലായിക്ക. ഓക്കെ. ഹാദ ഹ ഉലായി, ദാലിക്ക ഉലായിക്ക രണ്ടിന്റെ ബഹുവചനങ്ങളാണ്.
മനസ്സിലായോ? ഹാദാ ഹഉലാ. ദാലിക്കയുടെ ബഹുവചനാണ് ഉലായിക്ക. സിമ്പിൾ. ഓക്കെ. അലൈഹിം അവരുടെ മേൽ സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. ബാങ്ക് ഇടാണേ. തെറ്റിയാവോ? ബാങ്ക് കേൾക്കുന്നുണ്ടോ അങ്ങോട്ട്? ബാങ്ക് കേൾക്കുന്നുണ്ട്. ആ അറിയാണ്ട് പോണം. അപ്പൊ ഇത് കേൾക്കാൻ പറ്റണം ഒന്നല്ലേ. ഇൻഷാല്ലാ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കിപ്പോ തീർക്കാവേ. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന സഫ വൽ മർവത. അപ്പൊ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബി. ഉലൈക അക്കൂട്ടർ അലൈഹിം അവരുടെ മേൽ സ്വലവാത്തും അനുഗ്രഹങ്ങൾ അല്ലെ, എന്താണ് പ്രാർത്ഥനകളും അല്ലെങ്കിൽ സമാധാനം. സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ കാരുണ്യവും ഉണ്ടായിരിക്കും. മിർ റബ്ബിഹിം അവരുടെ രക്ഷിതാവിൽ നിന്ന്. ഉലൈക ഹുമുൽ മുഹ്തദൂൻ അവർ തന്നെയാണ് എന്താണ് നേർമാർഗ അല്ലെ മുഹ്തദൂൻ നേർമാർഗം പ്രാപിച്ചവരും. ഇന്ന സഫ വൽ മർവത നിശ്ചയം സഫ വൽ മർവത സഫ മിൻ ശഅഇരില്ലാഹ് അല്ലാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തം അത്രേ അല്ലെ, ചിഹ്നങ്ങളിൽപ്പെട്ട ചിഹ്നങ്ങളിൽ നിന്നുള്ള ചിഹ്നങ്ങൾ അത്രേ. ഫമൻ ഹജ്ജൽ ബൈത അബിഅത ഫലാ ജുനാഹ അലൈഹി. അപ്പൊ ഇവിടെ അൽ ബൈത്ത് അറിയാം. ബൈത്ത് എന്താണ്? വീട് അല്ലെ. ഫലാ അപ്പോൾ അല്ല
അലൈഹി അവന്റെ മേൽ അവന്റെ മേൽ ബിഹിമ അതിനെ തവാഫ് ചെയ്യുക എന്നത് ബിഹിമ അത് രണ്ടിനും ബിഹിമ രണ്ടെണ്ണത്തിന് ഹുമ എന്നാണ് ഹുമ എന്നുള്ളതാണ് ബിഹിമ എന്നായത് കേട്ടോ ഹുമ എന്നാണ് രണ്ടെണ്ണത്തിന് അറബിയിൽ യൂസ് ചെയ്യുക നമ്മൾ ഹും പറഞ്ഞില്ലേ അതിന്റെ ഇടയ്ക്ക് ഒരാളുണ്ട് അതാണ് ഹുമ കേട്ടോ ഹുവ അവൻ ഹുമ രണ്ടുപേർ ഹും അവർ അപ്പൊ നമ്മൾ ഹുവാഹും അൻതാൻതും അനാനഹും അങ്ങനെയല്ലേ പഠിച്ചത് പക്ഷെ ഹുമ എന്നൊരു ഒരാൾ അതിന്റെ ഇടയിൽ ഉണ്ട് കേട്ടോ അപ്പൊ അധികം ഖുർആനിൽ വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ സിസ്റ്റത്തിൽ അത് ഉൾപ്പെടുത്താത്തത് പക്ഷെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പോയാൽ മതി ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല ഹുവ അറിയാം ഹും അറിയാം ഇടയ്ക്ക് രണ്ടുപേരുണ്ട് ഹുമ അപ്പൊ ബി വന്നോണ്ട് ബിഹിമായി ഓക്കെ ക്ലിയർ വമൻ ആര് ഖൈർ നന്മ ഷാക്കിറുൻ അലീം തീർച്ചയായും അള്ളാഹു ഷാക്കിറുനാണ് അലീമാണ് എല്ലാം അറിയുന്നവനാണ് നന്ദിയുള്ളവനാണ് അല്ലെ നന്ദി കാണിക്കുന്നവരോട് നന്ദി കാണിക്കുന്നവനുമാണ് അടുത്തത് ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽന മിനൽ ബയ്യിനാത്തിൽ ഹുദാ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ് നിങ്ങൾ ഇത് ഞാൻ ഗ്രൂപ്പിലിടാം നിങ്ങൾ കൗണ്ട് ചെയ്ത് എണ്ണി എഴുതണം എത്ര അറിയാമെന്നുള്ളത് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് ഓക്കെ സമയം അധികരിച്ചത് കൊണ്ടാണ് ഓക്കെ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങൾ ഗ്രൂപ്പിൽ അവരവരുടെ ലീഡേഴ്സിന് ഇതിന്റെ ആൻസർ കൊടുക്കുക ഇത്രയും പോർഷനിൽ എത്ര അറിയുമെന്നുള്ളത് ഓക്കെ എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും നിങ്ങൾ പറയണം ചെയ്യുമ്പോൾ അര പേജ് നിങ്ങൾ കൗണ്ട് ചെയ്ത് എത്ര വാക്കറിയാം എത്ര പ്രോഗ്രസ് നമുക്കുണ്ട് പഠനത്തിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ ഖുർആൻ യഥാവിധി പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും മരണം വരയ്ക്ക് അത് നിലനിർത്താനും ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്റെ എന്റെ തോന്നേ ശരി